വാർത്തകൾ തുടരുന്നു. കോതകുളത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകാതെ ആന തളർന്നു വീണു. കോതകുളം പടിഞ്ഞാറ് പുതുവീട്ടിൽ മുത്തപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രോത്സവം എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന തൃപ്രയാർ ബീച്ച് കാരേപ്പറമ്പിൽ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കാരേപ്പറമ്പിൽ കാളിദാസൻ എന്ന ആനയാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തളർന്നു വീണത്. തിങ്കളാഴ്ച പുതുവീട്ടിൽ ക്ഷേത്രത്തിലെ പകൽപൂരം എഴുന്നള്ളിപ്പിൽ കാരേപ്പറമ്പിൽ കാളിദാസനാണ് തിടമ്പേറ്റിയത്. പകൽപൂരം കഴിഞ്ഞതോടെ പാപ്പാൻ തളിക്കുളം സ്വദേശി ബൈജു സ്ഥലം വിടുകയും ചെയ്തു. രാത്രി എഴുന്നള്ളിപ്പിന് ഇതേ ആനയെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും പാപ്പാൻ എത്താതായതോടെ എഴുന്നള്ളിപ്പ് നടന്നില്ല. ഇതിനിടെ നാട്ടുകാർ ആനയ്ക്കായി വെള്ളവും ചോറും തയ്യാറാക്കിയെങ്കിലും അടുത്തു ചെന്ന് നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിവരെ ആന നിൽക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഇതിന് പിന്നാലെ ആനയെ തളർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് രാവിലെ 11 മണിയോടെയാണ് പാപ്പാൻ തിരികെ എത്തിയത്. 2 പേരെ ആനയെ നോക്കാൻ ഏൽപ്പിച്ചാണ് താൻ പോയതെന്നാണ് പാപ്പാൻ പറയുന്നത്. വിവരമറിഞ്ഞ് ഇതിനിടെ വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ആനയെ കെട്ടിയിരുന്നത്. ആനയ്ക്ക് ഇടയ്ക്ക് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളതായും പാപ്പാൻ പറയുന്നു. തുടർന്ന് 12 മണിയോടെ ആനയെ ഉയർത്താനായി JCB കൊണ്ടുവന്നെങ്കിലും ആന തനിയെ എണീക്കുകയായിരുന്നു. പിന്നീട് വെള്ളവും ഭക്ഷണവും നൽകി അല്പസമയത്തിന് ശേഷം ആനയെ കൊണ്ടുപോയി. കോതകുളം SN റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തായങ്കോട്ട് ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെയും ഗുണത്തെയും സംബന്ധിച്ച് തൃശൂരിലെ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനിത കരുണാകരൻ വിശദീകരിച്ചു. സൗജന്യമായി മണ്ണ് പരിശോധനയും നടത്തി. തൃശൂർ കൃഷി ഓഫീസർ CV രമേശ്, വലപ്പാട് കൃഷി ഓഫീസർ CD മാലിനി, അസോസിയേഷൻ സെക്രട്ടറി P പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് സോണിയ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. റവല്യൂഷണറി യൂത്ത് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് അനുസ്മരണം നടത്തി. രാവിലെ 8-ന് നാട്ടിക സെന്ററിൽ പതാക ഉയർത്തി. വൈകിട്ട് തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണം മോജിത മോഹനൻ ഉദ്ഘാടനം ചെയ്തു. NA സഫീർ അധ്യക്ഷത വഹിച്ചു. MU ആൽബിൻ, KS സുധേഷ്, KR ഷിയാസ്, നിധിൻ C മോഹൻ, MD വിപിൻ, TV വിഗേഷ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ID കാർഡ് വിതരണവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും ID കാർഡ് വിതരണവും AKPA ജില്ലാ പ്രസിഡന്റ് KV ദേവദാസ് നിർവഹിച്ചു. AKPA മേഖലാ പ്രസിഡന്റ് ഷമീർ തൃത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. AKPA ജില്ലാ സെക്രട്ടറി രമേശ് കാളിയത്ത് സംഘടനാ റിപ്പോർട്ട് അവതരണം നടത്തി. സംഘടനാ ഭാരവാഹികളായ അജി പെരിങ്ങോട്ടുകര, KS നരേന്ദ്രൻ, EB ജിതേഷ്, PV ശിവാനന്ദൻ, ജോൺസൺ, ഡെന്നി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. പെരിഞ്ഞനത്ത് VK ഗോപാലന്റെ 31ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. കോതകുളത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന തളർന്നു വീണു. കാരേപ്പറമ്പിൽ കാളിദാസൻ എന്ന ആനയാണ് തളർന്നു വീണത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.